ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ ശാബ സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പാഠമാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 9ാമത്തെ പാഠമാണ്. ആ പാഠത്തിൻ്റെ തലവാചകം ദൈവത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനം. ഇതിന് മനപ്പാഠവാക്യമായി കൊടുത്തിരിക്കുന്നത് വെളിപ്പാട് പ്രവചനം 12ാം അധ്യായം അതിൻ്റെ 17ാം വാക്യം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽ പുറത്തെ മണലിന്മേൽ നിന്നു. നമുക്കറിയാം, അഡ്വൻറ്റിസ്റ്റുകാർ വചനത്തെ വളരെ തീവ്രമായി പഠിച്ചു. അവർ വളരെയധികം വിശദമായി പഴയ നിയമവും പുതിയ നിയമവും എല്ലാം കോർത്തിണക്കി അവർ പഠിക്കുകയുണ്ടായി. അങ്ങനെ ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് മനസ്സിലാക്കി. വിശുദ്ധ മന്ദിരം ഭൂമിയിൽ പണിതത് സ്വർഗത്തിലുള്ള വിശുദ്ധ മന്ദിരത്തിൻ്റെ മാതൃകയിലാണെന്ന് മനസ്സിലാക്കി. ആ വിശുദ്ധ മന്ദിരത്തിൽ പല ഭാഗങ്ങളുണ്ട്. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഈ വിശുദ്ധ സ്ഥലത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകമുണ്ട്. നിയമപ്പെട്ടകത്തിനകത്ത് 10 കൽപ്പനകളുണ്ട്. അതെല്ലാം അഡ്വൻറ്റിസ്റ്റുകാർ മനസ്സിലാക്കി. അപ്പോൾ ഈ നിയമപ്പെട്ടകത്തിനകത്തുള്ള 10 കൽപ്പനകൾ പ്രധാനമാണെന്ന് അവർക്ക് മനസ്സിലായി. അതിൻ്റെ കൂടെ തന്നെ ആ 10 കൽപ്പനയിലെ മധ്യഭാഗത്തായി കാണുന്ന ശബദിനെ കുറിച്ചുള്ള കൽപ്പന, അതായത് 4ാം കൽപ്പന, നാം ശുദ്ധീകരിക്കാൻ ഓർക്ക എന്നുള്ള, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ള ആ കൽപ്പനയും വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൽപ്പന നമ്മൾ പാലിക്കേണ്ടതാണ്, അവസാന നാളുകൾ ആയിരിക്കുന്ന നാം ഈ കൽപ്പന പാലിക്കേണ്ടതാണ് എന്ന് എല്ലാവരോടും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തു. നാം നോക്കുമ്പോൾ യാക്കോബിൻ്റെ പുസ്തകം 2ാം അധ്യായം അതിൻ്റെ 10ാം വാക്യം നാം നോക്കുമ്പോൾ, ഒരുവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പലരും പറയും, പ്രൊട്ടസ്റ്റൻ്റുകാരിൽ തന്നെ പലരും പറയും 10 കൽപ്പന അത് ശബദ് അനുസരിക്കണമെന്നില്ല എന്ന് ചിലർ വാദിക്കുമ്പോഴും ഈ വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനായി തീർന്നിരിക്കും. അതുകൊണ്ട് തന്നെ ശബദ് പ്രധാനമാണെന്ന് അഡ്വൻറ്റിസ്റ്റുകാർ എല്ലാവരോടും പറയുകയുണ്ടായി. അതുപോലെ തന്നെ സാത്താൻ ഈ നാളുകളിൽ ദൈവകൽപ്പനയിൽ നിന്ന് എല്ലാവരെയും മാറ്റുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് മുതലേ തന്നെ സാത്താൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലായിരിക്കുമ്പോൾ തന്നെ സാത്താൻ്റെ ഉള്ളിലുള്ളത് ആരും ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. ഈ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ശരിക്കും ശബത്ത്. കാരണം 6 ദിവസം കൊണ്ട് ദൈവം ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ചു. 7ാം ദിവസം സ്വസ്ഥമായിരുന്നു. അന്ന് ആണ് എല്ലാവരും സ്വസ്ഥമായിരുന്ന് ദൈവത്തെ കാരണം ഇത്രയും സൃഷ്ടിപ്പ് നമുക്ക് വേണ്ടി നടത്തിയ ആ ദൈവത്തെ, ആ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ് ശബത്ത്. അപ്പോൾ ആ ശബത്തിനെ മാറ്റിക്കളഞ്ഞാൽ പിന്നെ ദൈവത്തെ ആരും ആരാധിക്കുകയില്ല. അപ്പോൾ അത് സാത്താൻ അതൊരു വിജയമായി മാറുകയും സാത്താൻ്റെ പക്ഷത്തേക്ക് ആളുകളെ കൂട്ടുവാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സാത്താൻ ഓരോരോ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഈ ശബത്തിനെ മാറ്റിക്കളയുവാൻ ശ്രമിക്കുകയാണ്. ഈ ആഴ്ചയിൽ ഉടനീളം നാം പഠിക്കുന്നത് ശബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. നമുക്ക് ഈ ആഴ്ചയിലെ പാഠം ആധാരമാക്കിയിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പുസ്തകത്തിലെ 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്ക് തുടർന്ന് പഠിക്കാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് വിശുദ്ധ മന്ദിരവും നിയമവും. വെളിപ്പാട് 11ാം അധ്യായം 19ാം വാക്യത്തിൽ അവിടെ സ്വർഗത്തിലെ ദൈവാലയം തുറക്കുന്നതായിട്ട് യോഹന്നാൻ കാണുകയാണ്. അതുപോലെ തന്നെ പുറപ്പാട് 31ാം അധ്യായം അതിൻ്റെ 18ാം വാക്യത്തിൽ ദൈവം കൈകൊണ്ട് എഴുതിയ കൽപ്പലകൾ ദൈവം മോശയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും.
അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാം അത് സമാഗമന കൂടാരവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നിയമപ്പെട്ടകമുണ്ട്. അതിനകത്ത് 10 കൽപ്പനകളുണ്ട്. നാം പാപപരിഹാര ദിവസത്തെക്കുറിച്ച് നോക്കുമ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. പാപപരിഹാര ദിവസം, ഈ പാപപരിഹാര ദിവസം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രാവശ്യം മാത്രം വരുന്ന ഈ പാപപരിഹാര ദിവസത്തിൽ നാം അതുവരെയും പാപങ്ങൾ കൊണ്ടുവന്നിരുന്നത് ഈ തിരശീല വരെ മാത്രമായിരുന്നു. അതായത് വിശുദ്ധ സ്ഥലത്തൊരു തിരശീലയുണ്ട്. ആ തിരശീല മാറ്റുമ്പോഴാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതുവരെയും ആരെങ്കിലും ഒരാൾ പാപം ചെയ്താൽ ആ പാപി ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയോ അതുപോലെ ഒരു കുറുപ്രാവിനെയോ കൊണ്ടുവന്ന് അവിടെ യാഗം കഴിക്കും. യാഗം കഴിച്ചതിന് ശേഷം അതിൻ്റെ രക്തം പുരോഹിതൻ ഈ തിരശീലയിൽ തളിക്കും. അങ്ങനെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഈ മഹാപാപ പരിഹാര ദിനത്തിൽ, ആ ദിനത്തിൽ മാത്രമാണ് ഈ പുരോഹിതൻ ഈ വിശുദ്ധ മന്ദിരം വിട്ട് ഈ പാപത്തിനെ പുറത്തു കളയുന്നത്. അപ്പോൾ ഈ മഹാപാപ പരിഹാര ദിവസം ശരിക്കും ഒരു ന്യായവിധിയുടെ ദിവസമായി മാറിയിരിക്കുകയാണ്. കാരണം ഭൂമിയിലെ വിശുദ്ധ മന്ദിരത്തിൻ്റെ ദിവസത്തിൻ്റെ സമയം കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അത് വിശദമായി പഠിച്ചു. കാരണം ഭൂമിയിലെ ഈ പാപപരിഹാര ദിവസം പോലെ തന്നെ ആണ് ഈ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ 1844 ശേഷം കർത്താവായ യേശു ക്രിസ്തു ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് നമ്മുടെ പരിശോധന ന്യായവിധി തുടങ്ങിക്കഴിഞ്ഞു. ആ പരിശോധന ന്യായവിധി നടക്കുന്ന ഈ സാഹചര്യത്തിൽ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപപരിഹാര ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ന്യായവിധി ദിവസം തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നിയമപ്പെട്ടകമുണ്ട്. ഈ നിയമപ്പെട്ടക ഒരു സ്വർണ്ണ മൂടിയുണ്ട് നിയമപ്പെട്ടകത്തിന്. ആ നിയമപ്പെട്ടകത്തിൻ്റെ സ്വർണ്ണ മൂടിയുടെ പുറത്ത് നാം നോക്കുമ്പോൾ അവിടെ കൃപാസനം ഷേഖേന നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതിൻ്റെ വശത്തായിട്ട് 2 കെരൂബുകൾ, മറയ്ക്കുന്ന കെരൂബുകളുണ്ട്. അപ്പോൾ ഈ ഷേഖേനയുടെ അടിയിലായി, അതായത് ഈ കൃപാസനത്തിൻ്റെ ആ മൂടി, അത് അടിവശത്തുള്ള മൂടി തുറക്കുമ്പോൾ അതിനകത്ത് നിയമപ്പെട്ടകമുണ്ട്. അതായത് ആ നിയമപ്പെട്ടകത്തിൽ 2 കൽപ്പലകകളിലായി നമ്മുടെ 10 കൽപ്പനകൾ, ഇരുവശവും എഴുത്തുള്ള ആ 10 കൽപ്പനകൾ അവിടെയുണ്ട്. നീലക്കല്ലിൽ കൊത്തിയ സഫയർ സ്റ്റോണിലാണ് അത് കൊത്തിയിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സിംഹാസനമെല്ലാം നീലക്കല്ലിലാണ്. ആ നീലക്കല്ല് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 10 കൽപ്പനയാകുന്ന നീലക്കല്ലാണ്. ആ നീലക്കല്ലുകൾ ദൈവം കൈകൊണ്ട് തന്നെ കൊത്തിയ കല്ലുകൾ അതിനകത്ത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമമാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. ആ നിയമം ദൈവത്തിൻ്റെ നിയമമായിട്ട് പരിഗണിക്കുന്നത് ശരിക്കും ഈ 10 കൽപ്പനയാണ്. അവിടെ സ്വർഗത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മെ ന്യായം വിധിക്കുമ്പോൾ അവിടെ നിയമമായിട്ട് എടുക്കുന്നത് തീർച്ചയായും ഈ 10 കൽപ്പന തന്നെയാണ്. അപ്പോൾ 1 പത്രോസ് 1:18-19 വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുമാത്രമാണ് നമുക്ക് രക്ഷയായിട്ടുള്ളത്. അത് നമ്മൾ ഇതിനു മുമ്പ് വീണ്ടും പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഇവിടെ നമുക്ക് ഒന്നുകൂടി വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-19 നമുക്ക് വായിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ അഴിഞ്ഞു പോകുന്നതൊന്നും കൊണ്ടല്ല നമ്മളെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്, എന്നാൽ ക്രിസ്തു എന്ന നിർദോഷമായ രക്തം കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ആ രക്തത്തിലൂടെ മാത്രമേ നമുക്ക് വീണ്ടെടുപ്പുള്ളൂ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നാം നോക്കുമ്പോൾ
മണിക്കൂറിൽ 1000 മൈൽ വേഗതയിൽ എല്ലാ ആഴ്ചയും ഒരു മാറ്റവുമില്ലാതെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ശബത്തിനെ കുറിച്ച് ചിന്തിക്കുക. ശരിക്കും ഈ കൽപ്പനകളിൽ മധ്യഭാഗത്തായിട്ടാണ്, അതായത് 4ാം കൽപ്പനയായിട്ടാണ് നമ്മുടെ ശബത്തിൻ്റെ കൽപ്പനയുള്ളത്. ആ കൽപ്പന നമുക്ക് എല്ലാ ആഴ്ചയും നമ്മുടെ അടുത്തേക്ക് അത് കടന്നു വരികയാണ്. അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ പലതരത്തിലും ആൾക്കാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എല്ലാവരും പറയും ഇത് ക്രൂശിൽ തറച്ചുപോയി, ക്രൂശിൽ യേശു യാഗമായി തീർന്നതോടുകൂടി ഇത് ക്രൂശിൽ ആ നിയമത്തെ ദൈവം തറച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ക്രൂശിൽ തറച്ചത് ഏത് നിയമമാണ്? നാം ഈ നിയമപ്പെട്ടം തന്നെ നാം ഒന്നുകൂടി പരിശോധിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ന് ഇസ്രായേൽ മക്കൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആ നിഴലായിട്ട് ഭൂമിയിൽ ആ മാതൃക, സ്വർഗത്തിലെ മാതൃകയിലുണ്ടാക്കിയ ആ സമാഗമന കൂടാരത്തിലും 2 നിയമങ്ങളും അവർ വച്ചിരുന്നു. ആ നിയമപ്പെട്ടകത്തിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ആ നിയമപ്പെട്ടകത്തിനകത്ത് 10 കൽപ്പനയുണ്ടായിരുന്നു. ഒരു പൊൻതാലത്തിൽ അവർ മന്ന വച്ചിരുന്നു അവരെ നടത്തിയതിൻ്റെ ഓർമ്മയിൽ. അതുപോലെ തന്നെ അഹരോൻ്റെ തളിർത്ത വടി അതിനകത്തുണ്ടായിരുന്നു. അതോടൊപ്പം ഈ നിയമപ്പെട്ടകം അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ അരികിലാണ് മോശയുടെ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ 10 കൽപ്പന ഈ പെട്ടകത്തിൻ്റെ ഉള്ളിലും മോശേകനായ പ്രമാണങ്ങൾ പെട്ടകത്തിന് അരികെയുമാണ് വച്ചിരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ 10 കൽപ്പന എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ 10 കൽപ്പന എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നമ്മൾ കണ്ടതുപോലെ സ്വർഗത്തിലെ നിയമപ്പെട്ടകത്തിലും ഈ 10 കൽപ്പനകളുണ്ട് നീലക്കല്ലിലെഴുതി. പക്ഷേ മോശേകനായ പ്രമാണം അതെല്ലാം സൂചിപ്പിച്ചിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയായിരുന്നു. കാരണം ഈ ആട്, നാം നേരത്തെ പറഞ്ഞതുപോലെ ആടിനെ നമ്മൾ യാഗം കഴിക്കാൻ കൊണ്ടുവരും, ഊനമില്ലാത്ത ആടിന്. ഈ ആടിനെ പ്രതിനിധീകരിച്ചത് ഓരോ യാഗം, ഏതൊക്കെ തരത്തിലുള്ള യാഗം അവിടെ, ആ യാഗങ്ങളെല്ലാം പ്രതിനിധീകരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ആ പ്രതിനിധീകരിച്ചിരുന്ന ആ യേശു ക്രിസ്തു തന്നെ അവിടെ യാഗമായി തീർന്നപ്പോൾ പിന്നെ ഈ മോശികനായ പ്രമാണങ്ങൾക്ക് പ്രാധാന്യമില്ല. ആ നിയമമാണ് ശരിക്കും അവിടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. സൃഷ്ടിയുടെ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് നമ്മോട് എന്താണ് പറയുന്നത്? മറ്റേതു മതവിശ്വാസത്തിനാണ് ഇത്ര ശക്തവും ആവർത്തിച്ചുമുള്ള ഓർമ്മപ്പെടുത്തൽ? ഇത്ര ശക്തവും ആവർത്തിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വേറെ ഒരു മതവിശ്വാസത്തിനുമില്ല. നമുക്ക് മാത്രമാണുള്ളത്. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് ഓരോ ആഴ്ചയിൽ നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ശബ്ബത്ത് നാം ഓർത്തു വെച്ചുകൊണ്ട് എപ്പോഴും അത് ആചരിക്കാൻ നാം കടംപ്പെട്ടവരാണ്. അതൊരിക്കലും മാറിപ്പോയിട്ടില്ല. അത് ക്രൂശിൽ തറച്ചു പോയിട്ടില്ല. ക്രൂശിൽ തറച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ അവിടെ ക്രൂശിൽ തറച്ചത് അത് മോശികനായ പ്രമാണമാണ്. അത് ഒരിക്കലും 10 കൽപ്പനകളല്ല. നമുക്ക് ഇനി തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മാറ്റമില്ലായ്മ. ഇവിടെ നമുക്ക് കുറേ വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതെല്ലാം തന്നെ കൽപ്പനയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. മത്തായി 5-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യേശു ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് വന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 111-ന്റെ 7-8 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സത്യവും ന്യായവുമുള്ളത്, അത് വിശ്വാസ്യയോഗ്യം ആണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ സഭാപ്രസംഗി 12-ന്റെ 13-ഉം 14-ഉം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ 1 യോഹന്നാൻ 5-ന്റെ 3-ൽ നാം കൽപ്പന പ്രമാണിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ശിക്ഷ ലഭിക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ സദൃശവാക്യങ്ങൾ 28-ന്റെ 9-ൽ പറഞ്ഞിരിക്കുന്നു, നാം ന്യായപ്രമാണത്തോട് നമ്മൾ ചെവി തിരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന തന്നെയും ദൈവത്തിന് വെറുപ്പാകുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാം നോക്കുമ്പോൾ മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ആചാരപരമായ എല്ലാ നിരോധന കൽപ്പനകളും ശാസനകളും
ദൈവാലയത്തിലെ പഴയ യാഗങ്ങളോടും സേവനങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നവോത്ഥാന കർത്താക്കളിൽ ഒരാളായ ജോൺ വെസ്ലി പറഞ്ഞ വാക്യങ്ങളാണിത്. മോശെ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ആചാരപരമായ എല്ലാ നിരോധന കൽപ്പനകളും ശാസനകളും ദൈവത്തിലെ പഴയ യാഗങ്ങളോടും സേവനങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നത് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പുറപ്പാട് 34:5 മുതൽ 7 വരെ അങ്ങനെ തുടർന്ന് കുറേ വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, റോമർ 7:11-12 ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. പല പല കാര്യങ്ങളവിടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് നോക്കാം. ഒന്നാമത് കരുണ. ദൈവത്തിന് കരുണ, കൃപ, ദീർഘക്ഷമ, മഹാദയ, വിശ്വസ്തത, പാപം ക്ഷമിക്കുന്നവൻ, വിശ്വാസം, ആജ്ഞകൾ നേരുള്ളവ, നീതി, ന്യായം, ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തിൻ്റെ ആ മഹത്തായ സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മഹത്തായ സ്വഭാവങ്ങൾ തീർച്ചയായും നമുക്ക് അത് ഗുണകരമായി തന്നെ ഭവിക്കും. പക്ഷേ എന്താണ്, നാം ദൈവകൽപ്പനയും ആ യേശുവിങ്കിലുള്ള വിശ്വാസവും നാം കാത്തു സൂക്ഷിച്ചാൽ തീർച്ചയായും ദൈവീക സ്വഭാവത്തിലുള്ള അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ 10 കൽപ്പനകൾ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലെന്ന് വാദിക്കുവാൻ ആളുകൾ എപ്പോഴും പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ അവർ പറയും, ഈ 10 കൽപ്പനകളൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല, നാം ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് വാദിക്കും. പക്ഷേ നമുക്ക് ഒരു കാര്യം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശരിക്കും ഈ 10 കൽപ്പന ഒരു കണ്ണാടി പോലെയാണ്, അല്ലെങ്കിൽ ഒരു നേരായ പാത പോലെയാണ് പ്രവർത്തിക്കുന്നത്. നാം ഒരു പാതയിലൂടെ പോകുമ്പോൾ അവിടെ വഴി ഉണ്ടാവും. നേരെ പോകണം, തിരിഞ്ഞു പോകണം, അതല്ലെങ്കിൽ വളഞ്ഞു പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പാടില്ല, ഇനി ഇവിടെ വഴി തീർന്നിരിക്കുന്നു, നിങ്ങൾ വേറെ ഒരു വശത്തു കൂടി പോകണം. അങ്ങനെ വഴി നമുക്ക് ഓരോരോ വഴികൾ ഇങ്ങനെ കാണിച്ചു തരും. അതുപോലെ തന്നെ ഒരു കണ്ണാടിയാണെങ്കിലും നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെന്തെങ്കിലും പാടുകളുണ്ടെങ്കിലോ അഴുക്കുണ്ടെങ്കിലോ അത് തീർച്ചയായും കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ഒരു കണ്ണാടിയായിട്ടാണ് ശരിക്കും 10 കൽപ്പന പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 10 കൽപ്പന ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ നേരായ പാതയിലൂടെ നടക്കുവാൻ സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും അത് അറിയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ കൽപ്പന നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതിനുവേണ്ടി ന്യായവാദങ്ങൾ പറയുന്നത് എല്ലാ കൽപ്പനയും നമുക്ക് വേണം. 1-ാമത്തെ പറയുമ്പോൾ വേണം, 2-ാമത്തെ വേണം, പക്ഷെ 4-ാമത്തെ കൽപ്പന മാത്രം അവർക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഒരു സൃഷ്ടിപ്പിൻ്റെ അടയാളമാണെന്ന് നാം പറയുമ്പോഴും അതും അവർ സമ്മതിക്കുന്നില്ല. കാരണം സാത്താൻ്റെ വലിയ തന്ത്രം, സാത്താൻ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് പറയുകയാണ്, ഇല്ല, ഇത് 4-ാം കൽപ്പന നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ 4-ാം കൽപ്പന അനുസരിക്കുമ്പോഴാണ് സൃഷ്ടാവിനെ നാം ആരാധിക്കുന്നത്. കാരണം 7 ദിവസം ഉണ്ട് ഒരാഴ്ചയിൽ, 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കാണ് ശരിക്കും ഈ ശബത്തുള്ളത്. അപ്പോൾ ആ ശബത്തിനെ നമുക്ക് ആരാധിക്കണമെങ്കിൽ തീർച്ചയായും ദൈവം സൃഷ്ടിതാവാണെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10 കൽപ്പനകൾ മാറിപ്പോയി, ക്രൂശിൽ തറച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് സാത്താൻ കൊണ്ടുപോകും. അപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് നിയമപെട്ടകത്തിൻ്റെ വശത്തിരുന്ന് കഴിഞ്ഞാൽ ഉള്ളിലിരുന്നതല്ല, വശത്തിരുന്ന ആ മോശികനായ പ്രമാണങ്ങൾ അത് ശരിക്കും യേശുവിൻ്റെ നിഴലായിരുന്നു. അത് യേശു മരിച്ചതോട്, യേശു ആ മഹാപാപ പരിഹാരമായി അവിടെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങൾ നമുക്കിനി ആവശ്യമില്ല. എന്നാൽ 10 കൽപ്പന ആവശ്യമാണ്. അത് ന്യായവിധിയുടെ നമ്മുടെ അടിസ്ഥാനം 10 കൽപ്പനയാണ്. ദൈവം നമുക്ക് ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ശബത്തും കൽപ്പനയും. നമ്മുടെ വെളിപ്പാട് 14-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്,
ഒന്നാമത്തെ ദൂതൻ്റെ ദൂതാണ്. അതായത് ഭൂലോകത്തിലുള്ള എല്ലാവർക്കും, സകല ജാതിയും ഭാഷയും ഗോത്രവും വംശത്തിലുമുള്ളവർക്ക് പ്രസംഗിക്കേണ്ട ഒരു ദൂതാണ്. ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്നുള്ള ആ ദൂതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവ്വ ബഹുമാനത്തിനും യോഗ്യനാണ് ദൈവം എന്നാണ്. അതുപോലെ ഉൽപ്പത്തി 2-ാം അധ്യായം 1 മുതൽ 3 വരെ നമ്മുടെ ശബദിനെക്കുറിച്ച്, ശബദിനെ അനുഗ്രഹിച്ച് ആ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ 20-ാം അധ്യായം 8 മുതൽ 11 വരെ 4-ാമത്തെ കൽപ്പന പൂർണ്ണമായി അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ അനേകം തെളിവുകളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം ഇന്ന് ലോകപരമായി നാം നോക്കുമ്പോൾ ഒരു വിസ്ഫോടനത്തിലൂടെ, കേവലം ഒരു വിസ്ഫോടനത്തിലൂടെ ആണ് ഓരോ ആദ്യം ഒരു ഏകകോശ ജീവി ഉണ്ടാവുകയും പിന്നെ ബഹുകോശ ജീവികളായിട്ട് അതിങ്ങനെ പരിണാമത്തിലൂടെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള ആ ഒരു സിദ്ധാന്തം, ഡാർവിൻ, ആ സിദ്ധാന്തത്തിലാണ് ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത്. എന്നാൽ ആ ചാൾസ് ഡാർവിൻ്റെ ആ തിയറി അതിപ്പോഴും തിയറിയായി തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം തിയറിയും ലോയും തമ്മിലുള്ള വ്യത്യാസം. തിയറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു ആശയം ഒരാൾ കൊണ്ടുവന്ന് അതിനെ കുറേ പേര് അംഗീകരിക്കും, കുറേ പേര് അംഗീകരിക്കില്ല. അത് ഒരു തിയറി ആയിട്ട് അവിടെ ഇങ്ങനെ നിലനിൽക്കും. എന്നാൽ ലോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തെളിയിക്കണം. ഒരു കാര്യം അത് ശരിയാണ്, ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് ലോ ആയിട്ട് മാറും. നമുക്കറിയാം ന്യൂട്ടൺസ് ലോ. അപ്പം ന്യൂട്ടൺ പലതരത്തിലുള്ള ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അങ്ങനെ ലോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ലോ ആയി മാറിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയറി പറഞ്ഞത് അത് തെളിയിച്ചു, ഇങ്ങനെയാണെന്നുള്ളത് തെളിയിച്ചു. എന്നാൽ ഒരിക്കലും ഈ ചാൾസ് ഡാർവിന് ഈ തിയറി അത് തിയറിയായി തന്നെ നിലനിൽക്കുന്നു, അതൊരിക്കലും ലോ ആയിട്ട് മാറിയിട്ടില്ല. പക്ഷേ നമുക്ക് ബൈബിളിൽ നിന്ന് വളരെയധികം നന്നായിട്ട് നാം തന്നെ ഒരു അത് തെളിവായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും നമ്മുടേത് നിയമം തന്നെയാണ്, ലോ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഈ 10 കൽപ്പനയും. ഈ പ്രത്യേകിച്ച് അതിൽ 4-ാം കൽപ്പന 7 ദിവസത്തെ, അതായത് 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച് 7-ാം ദിവസം ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നുള്ളത് അതൊരു ലോ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ യേശു നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ യേശു നമ്മുടെ സൃഷ്ടിതാവുമാണ്, വീണ്ടെടുപ്പുകാരനുമാണ്. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടിച്ചതിലുള്ള ആ ഒരു കരുതൽ നമ്മോടുണ്ട്, വീണ്ടെടുക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹവും യേശുവിന് നമ്മോടുണ്ട്. അപ്പോൾ ഈ 2 കാര്യവും ദൈവം നമ്മോട് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നാം നോക്കുമ്പോൾ ദൈവം 6 ദിവസം കൊണ്ടെല്ലാം സൃഷ്ടിച്ചു, വിശ്രമിച്ചു. അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ശബദിനെ നമുക്ക് തന്നിരിക്കുന്നത്. ശബദിനെ തന്നിരിക്കുന്നത് ഒരു കീഴ്വഴക്കം, അതായത് ഒരു എപ്പോഴും ചെയ്യുന്ന ഒരു പതിവായിട്ട് നാം എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഓരോ 6 ദിവസവും കഴിയുമ്പോഴും നാം ആ സൃഷ്ടിതാവിനെ ഓർക്കുകയും ആ സൃഷ്ടിതാവിനെ ആരാധിക്കുകയും ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നാം ആ വിശ്രമത്തിൻ്റെ പ്രതീകമായ, അതിൻ്റെ അടയാളമായ ശബദിനെ ആചരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഒരു വാക്യം വായിക്കാം. നമുക്കൊരു വാക്യം യെഹെസ്കേലിൻ്റെ പ്രവചനം 20-ാം അധ്യായം അതിൻ്റെ 12-20 വാക്യം. 12-ാം വാക്യം: ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുക്കളെയും ഞാൻ അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ 20-ാം വാക്യം: എൻ്റെ ശബത്തുക്കളെ വിശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. എനിക്കും നിങ്ങൾക്കും ദൈവത്തിനും നമുക്കുമിടയിൽ ഒരു അടയാളമായി ദൈവം ശബദിനെ തന്നിരിക്കുകയാണ്. ഈ ശബദ് എന്ന് പറയുന്നത് വിശ്രമത്തിൻ്റെ പ്രതീകമാണ്, എന്നാൽ പ്രവൃത്തിയുടേത് അല്ല. നിയമവാദത്തിൻ്റേതല്ല, എന്നാൽ കരുണയുടേതാണ്. പ്രത്യാശയുടേതാണ്, അപലപിക്കുന്നതിൻ്റേതല്ല.
രക്ഷയ്ക്കായി ദൈവത്തെ ആശ്രയിക്കുന്നതിൻ്റെ പ്രതീകമാണ്, നമ്മളെ തന്നെ ആശ്രയിക്കുന്നതിൻ്റെ പ്രതീകമല്ല. നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ വീണ്ടെടുത്തവനും നമ്മെ ചേർത്ത് കൊള്ളുന്നവനുമായി വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യകരങ്ങളിൽ കൃപയാൽ ലഭിക്കുന്ന വിശ്രമമാണ് ശബത്തിൻ്റെ യഥാർത്ഥ വിശ്രമം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ആ വിശ്രമം, ആ ഒരു സമാധാനം, ആ ഒരു കരുണ, ആ ഒരു സ്നേഹത്തിൽ നാം ആയിരിക്കുന്നതിനെയാണ് ശരിക്കും ശബത്ത് വിശ്രമം എന്ന് പറയുന്നത്. നാം നോക്കുമ്പോൾ ഈ ഏദൻ്റെ പൂർണ്ണതയ്ക്ക് വരാനിരിക്കുന്ന പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും മഹത്വത്തിൻ്റെയും ഇടയിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ശബത്ത് ആരാധന. കാരണം ഏദൻ തോട്ടത്തിൽ നമുക്ക് ശബത്ത് ആരാധന ഉണ്ടായിരുന്നു, ഇനി വരാൻ പോകുന്ന ഭൂമിയിലും ശബത്ത് ആരാധനയുണ്ട്. ഈ രണ്ടിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി നമ്മുടെ ആരാധന മാറുകയാണ് ശബത്തിലുള്ള ആരാധന. മിക്ക സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് വിശ്വാസികളും നിയമാനുസൃതം എന്ന ആരോപണത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ ആരോപണം സാധാരണയായി നമ്മുടെ ശബത്ത് ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീണ്ടെടുപ്പിൻ്റെയും വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെയും പ്രതീകമായി ശബത്തിനെ ചർച്ച ചെയ്യുക. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെയും വിശ്വാസത്തിൻ്റെയും, കാരണം നമ്മുടെ ഒരു വീണ്ടെടുപ്പിൻ്റെ പ്രതീകം തന്നെയാണ് ശബത്ത്. വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെയും പ്രതീകം. കാരണം നാം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. ആ വിശ്വാസം നമ്മളുണ്ടെങ്കിൽ തീർച്ചയായും ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് നാം വിശ്വസിക്കുകയും ആ സൃഷ്ടിയുടെ അടയാളമായ ശബത്തിൽ നാം ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു കൽപ്പനയും കൂടിയാണിത്. വിശ്രമിക്കാനുള്ള ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന എന്തിനാണ് ചിന്തിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. നാം വിശ്രമത്തിലായിരിക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണുക, നാം അത് ദൈവത്തെ ആരാധിക്കാനുള്ള ദൈവമാണ്, ഇത് വിശ്രമത്തിൻ്റെ ദിവസമാണ് എന്നുള്ളത് മറ്റുള്ളവർ നാം ബോധ്യപ്പെടുത്തേണ്ടതും വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾ തന്നെ ഒരുക്കുവാൻ ശ്രമിക്കുകയാണോ എന്ന്? തീർച്ചയായും സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം അത് ഒരുക്കുന്ന ഒരു വേല കൂടി തന്നെയാണ് നാം ശബത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതും ശബത്തിൽ പള്ളിയിൽ പോകുന്നതും. ഒരിക്കൽ ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം നേരത്തെ സെക്ഷൻ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഡോക്ടർ ആർ സ്റ്റീഫൻസൺ ഒരു പ്രാവശ്യം ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറയുണ്ടായി, അദ്ദേഹം ഒരു വ്യക്തിയെ തേടി ഒരു എത്തിയതാണ്. ആ വ്യക്തിയുടെ ഭവനം പാസ്റ്ററിന് അറിയില്ല എവിടെയാണെന്ന്. അപ്പോൾ ഒരു കടയിൽ ചെന്ന് തിരക്കി, ഇന്ന ഒരു വ്യക്തിയെ അറിയാമോ എന്ന്. ഓ, ഞങ്ങൾക്കറിയാം, ഇത് ശബത്തിൽ ജോലിക്ക് വരാത്ത ആ വ്യക്തിയല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പാസ്റ്ററിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് അത് മനസ്സിൽ തട്ടി. കാരണം അതൊരു വലിയ സാക്ഷ്യമായിരുന്നു ആ വ്യക്തിയുടെ, ശബത്തിൽ വേലയ്ക്ക് വരാത്ത വ്യക്തി എന്നുള്ള ഒരു വലിയ സാക്ഷ്യം പാസ്റ്ററിന് കേൾക്കേണ്ട. അത് പ്രസംഗത്തിലൂടെ പറഞ്ഞപ്പോൾ അത് എല്ലാവർക്കും അത് വളരെയധികം മനസ്സിൽ തട്ടുന്നതായിട്ട് തോന്നി. അതുപോലെ നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും സാക്ഷ്യം പറയുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും സാക്ഷ്യമായി മാറിയാൽ തീർച്ചയായും നമുക്ക് ആ വെളിച്ചം എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന് എത്തിക്കുവാൻ സാധിക്കും. അതിന് നമുക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം മൃഗത്തിൻ്റെ അടയാളം. ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായം, അതിൻ്റെ 12-17 വാക്യങ്ങൾ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു.
നാം ഇത് നേരത്തെ മനഃപ്പാഠവാക്യമായിട്ട് നാം വായിച്ച വാക്യമാണ് 17-ാം വാക്യം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാത്താൻ്റെ ക്രോധത്തെക്കുറിച്ചാണ്. സാത്താൻ വളരെയധികം ക്രോധത്തിലായിരിക്കുന്നു. അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് അലറുന്ന സിംഹം പോലെ നടക്കുകയാണ്. അപ്പോൾ ഈ ക്രോധം അത് എന്താണ്, അത് പിശാചിന് ദൈവത്തിൻ്റെ അന്ത്യകാല ജനതയോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് 12-ാം അധ്യായത്തിൽ ഈ പോരാട്ടത്തിൻ്റെ ഒരു രൂപരേഖ നമുക്ക് അവിടെ ലഭിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് 13-ാം അധ്യായത്തിൽ നമുക്ക് 2 മൃഗങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതായത് ഒന്ന് കടലിൽ നിന്ന് ഒരു മൃഗം, പിന്നെ ഒന്ന് കരയിൽ നിന്നൊരു മൃഗം. ഈ കടലിൽ നിന്നുള്ള മൃഗവും കരയിൽ നിന്നുള്ള മൃഗം ഏതാണെന്ന് നമുക്ക് ഈ പാഠത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാം. നമുക്ക് കുറേ വാക്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് 13-4, 8, 12, 15 അങ്ങനെ കുറേ വാക്യം കൊടുത്തിട്ടുണ്ട്. ഈ വാക്യങ്ങളെല്ലാം കാണിക്കുന്നത് ആരാധന, 2 തരത്തിലുള്ള ആരാധന. ഒന്ന് മൃഗത്തെ ആരാധിക്കുന്നു, വേറൊന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ 2 തരത്തിലുള്ള ആരാധനയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ കാലങ്ങളും നിയമങ്ങളും മാറ്റാൻ ശ്രമിക്കും അതിലുള്ള ഒരു മൃഗം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 1260 ദിവസത്തെ പ്രവചനം അല്ലേ. 1260 ദിവസമെന്ന് പറയുന്നത് 1260 വർഷമാണ്. അപ്പോൾ ആ സമയത്ത് അത്രയും വർഷത്തേക്ക് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ മുളച്ചു വരുന്ന ആ ചെറിയ കൊമ്പ് ഏതാണെന്ന് നമുക്ക് 7-ാം അധ്യായം അതിൻ്റെ ദാനിയേൽ 7 പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. 7-ാം അധ്യായം 25-ാം വാക്യം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ 6-ാമത്തെ പാഠത്തിൽ നമ്മളത് വിശദമായി പഠിച്ചതാണ്. അപ്പോൾ അവിടെ നമുക്കത് കാണുവാൻ സാധിക്കും. എന്താണ് സമയവുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം അവിടെ വരുത്തുവാൻ ശ്രമിക്കുന്നത്. കാരണം മൃഗം കാലങ്ങളും നിയമങ്ങളും മാറ്റാൻ ശ്രമിക്കും എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാലങ്ങളും നിയമങ്ങളും മാറ്റാൻ ശ്രമിച്ചത് ആരാണ്? തീർച്ചയായും പോപ്പ് തന്നെയാണ്. ആ കാലങ്ങളും നിയമങ്ങളും മാറ്റുവാൻ ശ്രമിച്ച പോപ്പിൻ്റെ ഭരണകൂടം. അവർ 10 കൽപ്പനയെ ഇതിൽ 4-ാമത്തെ കൽപ്പനയെ പൂർണ്ണമായി എടുത്തു മാറ്റി. അതുപോലെ തന്നെ 10-ാം കൽപ്പനയെ 2ആക്കി. മോഹിക്കരുതെന്നുള്ള ഒരു കൽപ്പനയാണ് ദൈവം കൊടുത്തത്. അതിനകത്ത് എൻ്റെ സബ്ബായിട്ട് അടുത്ത വീട്ടിലെ ഭാര്യയെ മോഹിക്കരുത്, അതിനുള്ള വേറുള്ളവർക്കുള്ള യാതൊന്നിനെയും മോഹിക്കരുത്, അങ്ങനെ മോഹിക്കരുതെന്ന് കൊടുത്തതിന് ഭാര്യയെ മോഹിക്കരുത്. അതുപോലെ തന്നെ അല്ലാത്തുള്ള മോഹം, സാധനങ്ങൾ മോഹിക്കരുത്. അങ്ങനെയുള്ള 2 കൽപ്പന, അതായത് 10 കൽപ്പനയെ 2 കൽപ്പനയാക്കി 10 എണ്ണം തികച്ചു. അതാണ് അവിടെ ചെയ്തത്. നമുക്കത് റോമൻ കത്തോലിക്കയുടെ ബൈബിൾ അത് വ്യക്തമായി കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ മൃഗം ആരാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ കാലങ്ങളും നിയമങ്ങളും മാറ്റാൻ ശ്രമിക്കും. ഇവിടെ സമയം കാണിക്കുന്ന, അതായത് സമയവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു കൽപ്പനയുള്ളൂ, അത് 4-ാം കൽപ്പനയാണ്. വേറെ എല്ലാ കൽപ്പന എടുത്തു നോക്കിയാലും സമയവുമായി ബന്ധപ്പെടുത്തിയതല്ല. എന്നാൽ 4-ാം കൽപ്പന സമയവുമായി ബന്ധപ്പെടുത്തിയാണ്. എന്താണ്? ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 7-ാം ദിവസം എന്നുള്ള ആ സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കൽപ്പന മാറ്റാൻ ശ്രമിച്ചത് ഈ പോപ്പാണ്. 1260 വർഷത്തെ ആ പ്രവചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ പ്രവചനം നാം ഇവിടെ സാധ്യമായി, അതായത് AD 321 നാം നേരത്തെ അത് കണ്ടതുപോലെ തന്നെ ആ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി അവിടെ ക്രിസ്ത്യാനിയായി മാറുകയും പിന്നെ ക്രിസ്ത്യാനികൾക്ക് പീഡനമില്ല എന്നവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഒരു വിട്ടുവീഴ്ച ക്രിസ്ത്യാനികൾ ചെയ്യണമായിരുന്നു. ക്രിസ്ത്യാനികൾ അതുവരെ ആചരിച്ചു വന്നിരുന്ന ആ 7-ാം ദിവസമായ ശനിയാഴ്ച, അതിൽ നിന്ന് ആരാധന 1-ാം ദിവസം സൂര്യഭഗവാന്റെ ആരാധന ദിവസമായ 1-ാം ദിവസത്തേക്ക് മാറണമായിരുന്നു.
അതുപോലെ തന്നെ അവരുടെ ആരാധന, സൂര്യഭഗവാന്റെ എല്ലാ ആരാധനാലയങ്ങളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും അവരുടെ സൂര്യഭഗവാന്മാരെ എല്ലാവരെയും പുണ്യാളന്മാരാക്കി മാറ്റുകയും അവരുടെ ദേവതമാരെ എല്ലാം ക്രിസ്തീയ രീതിയിലുള്ള കന്യാമറിയവും അങ്ങനെയുള്ള രൂപങ്ങളാക്കി അവർ മാറ്റുകയും ചെയ്തു, ആരാധിക്കുവാനും തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും ഈ കാര്യങ്ങളെല്ലാം ക്രിസ്തീയ വിശ്വാസങ്ങളിലേക്ക് കടന്നു വരുവാനും ഇടയായത്. കേരളത്തിലും 7-ാം നൂറ്റാണ്ട് വരെ ശനിയാഴ്ചയായിരുന്നു ശബത്ത് ആചരിച്ചിരുന്നത്. ഞായറാഴ്ചയല്ല, ശനിയാഴ്ചയായിരുന്നു എല്ലാ ക്രിസ്ത്യാനികളും ആചരിച്ചിരുന്നത്. അതിന് തെളിവുകളും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം നോക്കുമ്പോൾ കാലങ്ങളും നിയമങ്ങളും മാറ്റുവാൻ ശ്രമിച്ച മൃഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോപ്പാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 2 മൃഗങ്ങളെക്കുറിച്ച് പറയുന്നു. കടലിൽ നിന്നുള്ള മൃഗവും കരയിൽ നിന്നുള്ള മൃഗം. കരയിൽ നിന്നുള്ള മൃഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഒന്നുമില്ലായ്മയിൽ നിന്ന്. കടലെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നതാണ്. എന്നാൽ കരയിൽ നിന്നെന്ന് പറഞ്ഞാൽ ഒരു നിർജ്ജന പ്രദേശമാണ്, അവിടെ ഒന്നുമില്ല. അപ്പോൾ ജനങ്ങളില്ലാത്ത ഒരു പ്രദേശത്തിൽ നിന്ന് ഒരു രാജ്യം ഉത്ഭവിച്ചത് നമുക്കറിയാം, അമേരിക്കയാണ്. അപ്പോൾ ഈ 2 മൃഗങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് പോപ്പാണ്, അടുത്തത് അമേരിക്കയാണെന്ന് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൃഗത്തിൻ്റെ അടയാളം എന്താണെന്ന് നാം നോക്കുമ്പോൾ അത് ശരിക്കും ദൈവത്തിൻ്റെ മുദ്ര അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ശബത്ത് ആചരണമാണ്. അതിന് വിരുദ്ധമായിട്ടുള്ളതാണ് മൃഗത്തിൻ്റെ അടയാളം. അതായത് വ്യാജ ശബത്തായ ഞായറാഴ്ച ആചാരം തന്നെയാണ് മൃഗത്തിൻ്റെ മുദ്ര. അപ്പോൾ ഈ മൃഗത്തിൻ്റെ മുദ്ര നാം മനസ്സിലാക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, ആരൊക്കെ ഈ ത്രിവിധ ദൂതുകളെ അനുസരിക്കുന്നില്ലയോ, ആരൊക്കെ ശബത്തിനെ ആചരിക്കുന്നില്ല, 10 കൽപ്പന അനുസരിക്കുന്നില്ലയോ, പൂർണ്ണമായി അനുസരിക്കുന്നില്ലയോ, അവരെല്ലാവരും മൃഗത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആരാധിക്കുന്ന ആ ദിവസം മൃഗത്തിൻ്റെ മുദ്രയായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ഇനി വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് 3 മാലാഖമാരുടെ സന്ദേശം. നമുക്കെല്ലാവർക്കും പരിചിതമായ കാര്യമാണിത്, 3 മാലാഖമാരുടെ സന്ദേശം. അത് വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, 6-ാം വാക്യം മുതൽ. അപ്പോൾ ഒന്നാമത്തെ ദൂതൻ്റെ ദൂത് നമുക്ക് 6-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പ്രകാരം വായിക്കുന്നു: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളെ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരുടെ അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നിത്യസുവിശേഷവുമായിട്ടാണ് അവിടെ ആ ദൂതൻ പറക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത്: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് ഒന്നാമത്തെ ദൂതൻ്റെ ദൂത്. 7-ാം വാക്യത്തിൽ അത് കൊടുത്തിരിക്കുന്നു. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് നാം ആസന്നമായ ഒരു ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ന്യായവിധി ഇതാ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം കൊടുക്കേണ്ട മഹത്വവും നാം ഭയപ്പെടേണ്ടതും ആ ദൈവത്തെയാണ്, ആ ന്യായം വിധിക്കുന്ന ആ ദൈവത്തെയാണ്. ആ ന്യായവിധിയുടെ നാഴിക ഇതാ വന്നിരിക്കുകയാണ്. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയ ആ ദൈവത്തെയാണ് നാം നമസ്കരിക്കേണ്ടത് എന്ന് ഇവിടെ അത്യുച്ചത്തിൽ പറയുകയാണ്. അടുത്ത 2-ാമത്തെ ദൂതൻ്റെ ദൂത് നമുക്ക് 8-ാം വാക്യത്തിൽ കാണാം, 14:8. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. കാരണം രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ ഇത്രയും നാൾ ആചരിച്ചിരുന്നത്, നിങ്ങൾ ഇത്രയും നാൾ അത് ഏതൊരു മതത്തിൻ്റെ ഭാഗമായിരുന്നു, അതൊരു വ്യാജമതമായിരുന്നു, അത് ശരിയായിട്ടുള്ള ആരാധനയല്ലായിരുന്നു, തെറ്റായ ഒരു ആരാധന സമ്പ്രദായമുണ്ടായിരുന്ന ഒരു മതത്തിലായിരുന്നു നിങ്ങൾ ആചരിച്ചു കൊണ്ടിരുന്നത്. അതിതാ വീണു പോയിരിക്കുകയാണ്, അതിതാ നാശത്തിൻ്റെ വക്കിൽ, അത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് വീണു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വിട്ടു പോരുവിൻ, ആ ബാബിലോണിനെ വിട്ട് പോരുവാൻ വേണ്ടി ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് ദൂതൻ.
നിങ്ങൾ ഒരിക്കലും ആ സമ്പ്രദായത്തിൽ പെട്ടുപോകരുത്, ആ വ്യാജ ശബദം ആചരിച്ചു പോകരുത്, ആ വ്യാജമായ കാര്യങ്ങളിൽ നാം പെട്ടുപോകാതെ, അവിടുത്തെ ആചാരങ്ങളിൽ പെട്ടുപോകാതെ സത്യസഭയിലേക്ക് നിങ്ങൾ വേഗം വരുവീൻ എന്നുള്ള ആഹ്വാനമാണ് ശരിക്കും ഈ രണ്ടാമത്തെ ദൂതൻ്റെ ദൂതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ദൂതൻ പറയുന്നത്, മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ദൈവകൽപ്പന യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് മൂന്നാമത്തെ ദൂതൻ പറയുന്നത്, നമുക്ക് ഒരു മുദ്ര നമുക്ക് ലഭിക്കുവാൻ പോവുകയാണ്. അത് ദൈവത്തിൻ്റെ മുദ്രയാണോ മൃഗത്തിൻ്റെ മുദ്രയാണോ നമുക്ക് ലഭിക്കുന്നതെന്ന് നാം ഒരു നിമിഷം ചിന്തിക്കുക. കഴിഞ്ഞ ദിവസത്തെ പാഠത്തിൽ നാം നോക്കിയതുപോലെ തന്നെ മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്ന് നാം കണ്ടു, ദൈവത്തിൻ്റെ മുദ്ര എന്താണെന്ന് നാം കണ്ടു. അതുകൊണ്ട് ഓരോരുത്തരും കൈമേലും നെറ്റിമേലും എന്ന് പറഞ്ഞാൽ, നെറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെല്ലാം ഈ തലയിൽ കൂടെ, ആ നെറ്റിയിൽ കൂടെയാണ് നാം ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടുന്നതെല്ലാം നെറ്റി, ഈ തലയിൽ വഴിയാണ്. അപ്പോൾ ആ ഫ്രണ്ടൽ ഏരിയ എന്ന് പറയുന്ന അവിടെ നമുക്ക് നല്ല ചിന്തകൾക്ക് വേണ്ടി മാത്രം, ശരിയായത് ചെയ്യാൻ വേണ്ടി മാത്രം, ദൈവത്തിൻ്റെ ഹിതകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം നാം വിനിയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൈ, നമ്മുടെ പ്രവൃത്തികൾ, നാം കൈ കൊണ്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുന്നതിന് വേണ്ടി ആണ് നാം ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ. അപ്പോൾ മാത്രമേ നമ്മുടെ കയ്യിൽ ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുകയുള്ളൂ, നമ്മുടെ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുകയുള്ളൂ. അല്ലാതെ നാം ഈ തെറ്റായ ആരാധന സമ്പ്രദായത്തിൽ നാം ആയിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായും ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുകയില്ല. ആ മൃഗത്തിൻ്റെ മുദ്ര നമുക്ക് നെറ്റിയിലും നമ്മുടെ കൈമേലും ലഭിക്കുകയും നാം ആ ന്യായവിധിയിൽ നാം പുറന്തള്ളിപ്പോവുകയും ചെയ്യും. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ന്യായവിധി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധന ന്യായവിധിയുടെ ഈ സമയത്ത് നാം ആയിരിക്കുമ്പോൾ തീർച്ചയായും നാം ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ വെളിപ്പാട് 14:12 വായിച്ച പോലെ ദൈവകൽപ്പന യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം മൃഗത്തിനെ ആരാധിക്കാൻ വിസമ്മതിക്കുന്നവരുടെ 2 തിരിച്ചറിയൽ സവിശേഷതകളായിട്ട് ഇത് മാറുകയാണ്. അതായത് ആദ്യം നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അതായത് ഇപ്പം ദൈവകൽപ്പന നമുക്ക് വേണം, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ മൃഗത്തിനെ ആരാധിക്കുവാനോ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുവാനോ ഇടയാവുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നാം ലോകപരമായി നോക്കുമ്പോൾ നമുക്ക് വലിയ വലിയ എതിർപ്പുകളും വലിയ വലിയ പോരാട്ടങ്ങളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അതായത് സാമ്പത്തിക ബഹിഷ്കരണം, പീഡനം, തടവ്, മരണം, ഇതൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് ചിലപ്പോൾ വരും. പക്ഷേ അതെല്ലാം തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ യേശുവിലുള്ള വിശ്വാസം. ഞാൻ നേരത്തെ പാഠത്തിൽ പഠിച്ചതുപോലെ തന്നെ നമ്മെ സൃഷ്ടിച്ചതും നമ്മെ വീണ്ടെടുത്തതും നമ്മെ ഇപ്പോഴും അവിടെ വീണ്ടെടുത്തുകൊണ്ടിരുന്ന് നമ്മൾ ന്യായവിസ്താര സഭയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു അഭിഭാഷകനായി നമ്മോട് കൂടെ ഇരിക്കുന്നതും നമ്മെ ഇനി വീണ്ടും വന്ന് കൊണ്ടുപോകുന്നതുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കരുതലും ആ സ്നേഹവും നമ്മിൽ അനുഭവിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും മൃഗത്തിൻ്റെ മുദ്ര നമ്മൾ ഏൽക്കാതെ ആ 3 ദൂതന്മാരുടെ ദൂത് നമ്മളൊരു മുന്നറിയിപ്പായി കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നാം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ന്യായവിസ്താര സഭയിൽ നീതിയോടെ നിൽക്കാൻ സാധിക്കും. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി ദൈവം ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് ഒരുക്കുന്നത്? അപ്പോൾ ഇനി ഭാവിയിൽ അനേകം കാര്യങ്ങൾ നമുക്ക് വരാനിരിക്കുന്നു. കാരണം ഇനി സൺഡേ ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച നിയമം അത് ചിലയിടത്തൊക്കെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എന്നാൽ ഇനിയും പല പല സ്ഥലങ്ങൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന ഒരു സമയം എപ്പോഴും വരും. അതുപോലെ തന്നെ
പല പല മാരികൾ നമുക്ക് വന്നുപോയി, ഇനിയും നമുക്ക് അത് വരേണ്ടത്. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം എടുത്തും വരുവാനും ദൈവത്തിന് സാധിക്കും. എപ്പോഴാണ് ഇത് വരുന്നതെന്നറിയാതെ അനേകം പ്രതിസന്ധികൾ നമ്മൾ ഇനിയും നേരിടേണ്ടതായിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി നാം നിലനിൽക്കുമ്പോൾ തീർച്ചയായും അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി ദൈവത്തിൽ നാം 10 കൽപ്പനയും ദൈവത്തിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുക, ആ സഹിഷ്ണുത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും. അതിന് ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വെള്ളിയാഴ്ചത്തെ പാഠം കൂടുതൽ ചിന്തയ്ക്ക് നാം നോക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ളതായിരിക്കാം, എന്താണ് പല സഭകളിലും അവർ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അവർക്ക് കിട്ടിയ വെളിച്ചത്തിനനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാകും. അവർക്ക് കിട്ടിയ വെളിച്ചത്തിനനുസരിച്ച് അവർ വളരെ വിശ്വസ്തമായി ജീവിക്കുന്നവരുണ്ടാകും. അവരുടെ വിചാരം അവർ ഞായറാഴ്ച ആരാധിക്കുന്നു, ആ ഞായറാഴ്ച ആരാധിക്കുന്നു അത് തന്നെയാണ് അവർക്കുള്ള ശബദ്, അതാണ് അവരുടെ ശബദ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കാരണം അത് അവർക്ക് അത്രയും ഒരു വെളിച്ചമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. അവരുടെ നീതീകരണം എങ്ങനെയായിരിക്കുമെന്നും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. തീർച്ചയായും അവരെ ദൈവം കാണും. കാരണം അവർക്ക് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് അവർ വിശ്വസ്തരായിരുന്നു. അവർക്കുള്ള ന്യായവിധി അതിനനുസരിച്ചായിരിക്കും. എന്നാൽ വെളിച്ചം ലഭിച്ചവർക്ക് അതിനനുസരിച്ചുള്ള ന്യായവിധിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നാം വെളിച്ചവാഹകരായിരുന്നു പറഞ്ഞുകൊണ്ട് നാം ഒരിക്കലും ആ ഒരു താഴ്ന്ന നിലവാരത്തിൽ, അതായത് പറയിൻ കീഴിൽ നാം ആയിരിക്കാതെ തണ്ടിന്മേൽ വെച്ചുകൊണ്ട് ആ വെളിച്ചം എല്ലാവരിലേക്കും പ്രകാശിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം എന്നും ശബദിൽ പള്ളിയിൽ പോകുന്നവരായിരിക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു ടൂറ് പോകുന്നത് പോലെയോ എവിടെയെങ്കിലും ഒരു വലിയ യാത്ര പോകുന്നത് പോലെയോ അല്ല നാം വസ്ത്രധാരണം ചെയ്യേണ്ടതും. നാം പോകേണ്ട രീതി അടുത്ത് തന്നെയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ബൈബിൾ നമ്മൾ കയ്യിൽ തന്നെ പിടിക്കണം, ബാഗിലിടാതെ കയ്യിൽ പിടിക്കണം. അതുപോലെ നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള സംസാരം, ജീവിത രീതി എല്ലാം തന്നെ നിങ്ങൾ ശനിയാഴ്ച എന്താണ് പള്ളിയിൽ പോകുന്നതെന്ന് മറ്റുള്ളവർ ചോദിക്കുന്നത് പോലെ ഉള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ചുറ്റുമുള്ളവർക്ക് നമുക്ക് ആ വെളിച്ചം പകരുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസം. അപ്പോൾ അവിടെ ഉള്ള അയൽക്കാരുമായിട്ട് വളരെയധികം നല്ല ബന്ധം ഞങ്ങൾ പുലർത്തുന്നുണ്ട്. അപ്പോഴാണ് അവർ പലരും മനസ്സിലാകുന്നത്, ഞങ്ങൾ ശനിയാഴ്ച ആരാധിക്കുന്നവരാണ്, ശനിയാഴ്ച പള്ളിയിൽ പോകുന്നവരാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത് അവരാദ്യമായാണ്. എന്നാൽ ഇത്രയും വർഷമായിട്ട് ഇവിടെ നമുക്ക് ഈ സ്ഥാപനമുണ്ട്, നമ്മുടെ പള്ളിയുണ്ട്, എന്നാലും ഇതാണ് സത്യമെന്നുള്ളത് അവരിലേക്ക് തൊട്ട് ഓഫീസിൻ്റെ അടുത്തുള്ളവർക്ക് പോലും എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നാം ആയിരിക്കുന്ന ഭവനത്തിൻ്റെ ചുറ്റുപാടുമുള്ളവരിലേക്ക് നാം ഈ സന്ദേശം പകരുന്നുണ്ടോ? നമ്മുടെ വെളിച്ചം, നമുക്ക് ലഭിച്ച ആ വെളിച്ചം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നുണ്ടോ? ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ നാം നോക്കാം. ലോകം വളരെ എളുപ്പത്തിൽ വളരെ നാടകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനകാല സംഭവവികാസങ്ങൾ നമ്മെ ഒരുക്കമില്ലാത്തവരാക്കി പിടിപ്പാതിരിപ്പാൻ ഞാൻ എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടത് എന്തുകൊണ്ട്? കാരണം ഈ ലോകം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ലോകപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും ലോകത്തിലേക്ക് ഇഴുകിച്ചേരുവാൻ ഇടയാവുകയില്ല. ഒരിക്കലും ലോകത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നാം എപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളായിരിക്കണം. നാം എപ്പോഴും ആ 10 കൽപ്പനകൾ നാം പാലിക്കുന്നുണ്ടോ? ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൽ നാം ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ശോധന ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴാണ് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ നിയമത്തെക്കുറിച്ചുമുള്ള ഒരു ഗ്രാഹ്യം
കൃപയാൽ മാത്രം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാസ്തവമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു? അപ്പോൾ നമുക്ക് ഇത്ര അറിയാം, ന്യായവിധിയും ദൈവത്തിൻ്റെ നിയമവും എല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ അതിനോടൊപ്പം തന്നെ കൃപ, ദൈവത്തിൻ്റെ കൃപയും ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? തീർച്ചയായും ദൈവത്തിൻ്റെ കൃപയും നമുക്ക് ആവശ്യമാണ്. നമ്മളെല്ലോ 10 കൽപ്പന അനുസരിക്കുന്നുണ്ട്, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു അഹങ്കാരമല്ല. എന്നാലും നാം പാപത്തിലാണ് ഉരുവായത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ പാപമുണ്ട്. ആ പാപമെല്ലാം മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും ആവശ്യമാണ്. അതോടൊപ്പം ആ ദൈവത്തിൻ്റെ കൃപയും കൂടെ ഉള്ളപ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്ന ആ അവസ്ഥയിലേക്ക് നാം എത്തുന്നത്. യഥാർത്ഥ ശബത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവർക്കും ആഴ്ചയിലെ ആദ്യ ദിവസമായ ഞായറാഴ്ച ആത്മാർത്ഥമായി ആചരിക്കുന്നവർക്കും സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വലിയ വലിയ സുവിശേഷമൊന്നും നാം ചെയ്യണം. നാം തന്നെ ഒരു സുവിശേഷമായി മാറുക. നമ്മുടെ സംസാര രീതി, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ പോക്കുവരവുകൾ, നമ്മുടെ ആഹാര രീതി, നമ്മുടെ ശബ്ദത്തിനോടുള്ള ആഭിമുഖ്യം, നാം അന്ന് എങ്ങനെയാണ് സമയം ചിലവഴിക്കുന്നത്, ഇതെല്ലാം ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതെല്ലാം മാതൃകാപരമായിരിക്കണം. അതൊരിക്കലും ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ ആൾക്കാർ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ആവാൻ ഒരിക്കലും പാടില്ല. അതെല്ലാം മാതൃകാപരമായി തീർന്നാൽ തീർച്ചയായും നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ ആകർഷിക്കുകയും അതിലേക്ക് എല്ലാവരെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും നമുക്ക് ചെയ്യാം. സഭയുടെയും ഭരണകൂട അധികാരങ്ങളുടെ ഏകീകരണത്തിൽ എന്ത് അപകടങ്ങളാണുള്ളത്? ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് സർക്കാരുമായി എങ്ങനെ ബന്ധപ്പെടാം? ഇവിടെ സഭയുടെയും ഭരണകൂട അധികാരത്തിൻ്റെയും ഏകീകരണം. അപ്പോൾ അത് നേരത്തെ നമ്മൾ പഠിക്കുകയുണ്ടായി 2 മൃഗങ്ങളെക്കുറിച്ച്. അതായത് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന ഒരു മൃഗവും ഭൂമിയിൽ നിന്ന് കയറി വന്ന ഒരു മൃഗവും. സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം പോപ്പ്, അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കയറി വന്ന മൃഗം അമേരിക്ക എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് റോമൻ കത്തോലിക്ക സഭയുടെ പീഡനം ഇംഗ്ലണ്ടിൽ അവർക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് അവർ ശരിക്കും ഇവിടെ നിന്ന് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത്, നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞ പോലെ ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇവർ പോയത്. അവിടെ റെഡ് ഇന്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമേരിക്കയിൽ. അവിടെ പോയത് പ്രൊട്ടസ്റ്റൻ്റുകാരാണ്. അതായത് റോമൻ കത്തോലിക്കക്കാരെ പിന്തുണയ്ക്കാത്ത ആൾക്കാരായിരുന്നു ശരിക്കും അമേരിക്കയിൽ പോയത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തന്നെ റോമൻ കത്തോലിക്ക സഭയെ പിന്തുണയ്ക്കുന്ന ഒരു സഭയായി മാറി. കാരണം നമുക്കറിയാം, പണ്ട് പോപ്പ് ഒന്നും അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ വർഷം കൊണ്ട് പോപ്പ് സ്ഥിരമായിട്ട് അവിടെ പോകും. അവിടെ റോമൻ കത്തോലിക്ക സഭകൾ അനേകമുണ്ട്. അപ്പോൾ ഈ പോപ്പിന് ശരിക്കും അത് ഒരു മതപരമായ അധികാരമാണ്. അതുപോലെ തന്നെ ലോകപരമായ ഭരണപരമായ അധികാരം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ 2 പേരും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമ്മെ പീഡിപ്പിക്കാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 2 പേരും ചേരുമ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ ദൈവത്തിൽ നാം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊന്നും ഭയക്കേണ്ടതില്ല. എല്ലാം തരണം ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് സർക്കാരുമായി എങ്ങനെ ബന്ധപ്പെടാം? ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് സർക്കാരുമായി ബന്ധപ്പെടേണ്ട അനേകം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ശബത്തിൽ പരീക്ഷ വരുമ്പോൾ നാം പലപ്പോഴും സർക്കാരുമായിട്ട് ഇടപെടാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മന്ത്രി ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു ലിസ്റ്റ് തന്നു, 70 പേരുടെ ഒരു ലിസ്റ്റ്. ഇത്രയും കുട്ടികൾ നിങ്ങളുടെ സഭയിൽ നിന്ന് ഞങ്ങൾക്ക് പരീക്ഷ എഴുതുന്നുണ്ട്. ഈ 70 പേരും പരീക്ഷ എഴുതാതിരിക്കുമോ? അതോ ഈ 70 പേരിൽ ചിലർ പരീക്ഷ എഴുതും, ചിലർ പരീക്ഷ എഴുതില്ല? അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ശബത്തിൽ എക്സംഷൻ ഉണ്ടാവുകയില്ല. നിങ്ങൾക്കൊരിക്കലും പിന്നെ നിങ്ങൾ ശബത്തിൽ പരീക്ഷ നടത്തരുത് എന്ന് നിങ്ങളുടെ
ആവശ്യമായി വരരുത് എന്ന് അന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ സംഭവിച്ചു. 70 പേരുണ്ടായിരുന്നു പരീക്ഷ എഴുതാൻ. എന്നാൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രം പരീക്ഷ എഴുതാൻ പോയില്ല. ബാക്കി എല്ലാവരും തന്നെ പരീക്ഷ എഴുതാൻ പോയി. നമ്മുടെ വിശ്വാസം എവിടെയാണ്? ലോകത്തിന് മുൻപിൽ നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? അതുകൊണ്ട് തന്നെ ലോകത്തിന് മുൻപിൽ നാണക്കേടായി മറ്റുള്ളവർക്കുള്ള ആ വെളിച്ചം നമ്മൾ കൊടുക്കേണ്ടവർ വെളിച്ചം കെടുത്തിക്കളയുന്നവരായി ഒരിക്കലും നാം മാറുവാൻ പാടില്ല. ദൈവത്തിന് പല വഴികളുണ്ട്. ഒരിക്കലും ആ പരീക്ഷ നമ്മൾ എഴുതാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ പല പല വഴികൾ ആ സമയത്ത് എഴുതിയാൽ നമുക്ക് ഒരു വാതിലായിരിക്കും തുറന്നു കിട്ടുന്നത്. എന്നാൽ അതിന് ഒരു വാതിലടഞ്ഞാൽ മറ്റേഴ് വാതിലുകൾ തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇവിടെ സമാധാനമായും സന്തോഷമായും ജോലി ചെയ്യുന്ന ഒരു ഇടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും അവിടെ നിന്ന് ജോലി തരുവാനും ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികളോട് പരീക്ഷ എഴുതുന്ന 10ലും 12ലും ഒക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി ദൈവത്തിന് വേണ്ടി ഒരു വെളിച്ചമായി നിങ്ങൾ നിലകൊള്ളുക. നിങ്ങളതൊരു പരീക്ഷണമായിട്ട് ഏറ്റെടുത്ത് നോക്കൂ. തീർച്ചയായും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും അനേകർക്ക് വെളിച്ചമായി മാറുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. അതിൽ യാതൊരു വിഷമവും നിങ്ങൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് തന്നെ ശബദിന് അതിൻ്റെതായ വിശുദ്ധിയോടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അത് നമുക്ക് തീർച്ചയായും അതൊരു മറ്റുള്ളവരെയും കൂടി ഈ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാനുള്ളൊരു മാർഗമായി അത് മാറുകയും ചെയ്യും. ഇവിടെ അവസാനമായി ഈ പാഠത്തിൽ തന്നെ കൂടുതൽ പഠനത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും അവസാനമാകുമ്പോൾ ഇതെല്ലാം വെളിപ്പെട്ട് വരും. ശരിക്കും ശനിയാഴ്ചയാണ് ശബദ് എന്നുള്ളത് വെളിപ്പെട്ട് വരും. എല്ലാവരും അത് അറിയുകയും ചെയ്യും. അപ്പോഴേ അവസാനം വരുള്ളൂ. ആ നിമിഷം ആ അവസാനം അതെല്ലാം വെളിപ്പെട്ട് വരുമ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ആ രക്തത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. വെളിച്ചം ലഭിച്ച നമുക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ വെളിച്ചം എല്ലാവരിലും പകർന്നു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നെ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ദൈവം തുടർന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഇത് നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് ഈ പാഠം നല്ല വ്യക്തമായി പഠിക്കുവാൻ സാധിച്ചു. കർത്താവേ, ശബദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അടിയങ്ങൾ പഠിക്കുമ്പോൾ കർത്താവേ, ശബദിൻ്റെ വാഹകരായി ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ശബദ് ആചരിക്കുവാനും അത് മാതൃകാപരമായി എല്ലാവരിലും അതൊരു വെളിച്ചമായി പകരുവാനും അവിടെ ഇടയാക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവെ, ഒരിക്കലും തെളിവില്ലാത്ത നാദം ഞങ്ങളിൽ നിന്നുണ്ടാകരുതേ എന്ന് യാചിക്കുന്നു. ഞങ്ങൾ നല്ല തെളിഞ്ഞു തന്നെ പ്രകാശിക്കുവാനും ആ പ്രകാശം കണ്ട് മറ്റുള്ളവർ ഇതിലേക്ക് ആദായപ്പെടുവാനും അവിടെ ഇടയാക്കണം. ഞങ്ങളിത് പാഠം കേട്ട് എല്ലാവരും അവിടെ അനുഗ്രഹിക്കണമേ. തുടർന്ന് ഈ ആഴ്ചയിൽ നല്ലൊരു ശബദാനുഭവം ഞങ്ങൾക്ക് തരണം. ചോദിച്ചൊരു നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷാനിമിത്തം പ്രാർത്ഥനയ്ക്കുള്ളവരാണ് സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.